പി.ഡി. സതീശനെയും മുസ്ലിം ലീഗിനെയും കടന്നാക്രമിച്ച എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പി.ഡി. സതീശൻ ലീഗിന് വേണ്ടി എസ്.എൻ.ഡി.പിയെ ദ്രോഹിച്ചു. സംഘടിത വോട്ട് ബാങ്ക് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തു. മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായി വ്യാഖ്യാനിച്ചു. നിയമസഭയിൽ 75 മുസ്ലിം എംഎൽഎമാർ എത്തുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, കേരളത്തിന്റെ വിധി എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ അതിനിശിതമായ വിമർശനം മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ പി.ഡി. സതീശനെതിരെയും നടത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ. കടന്നാക്രമിച്ചുകൊണ്ടും പി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ലീഗ് പറഞ്ഞാൽ എന്തും ഏറ്റുപറയുന്ന അവസ്ഥയാണ് കോൺഗ്രസിനുള്ളിൽ. ലീഗ് എന്ന് പറയുന്ന വോട്ട് ബാങ്കിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്, അതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ചത്ത കുതിരയായിരുന്ന ലീഗ് ഇപ്പോൾ പടക്കുതിരയായിട്ട് മാറിയിരിക്കുന്നു. മുസ്ലിം എംഎൽഎമാർ 75ഓളമെങ്കിലും നിയമസഭയിൽ എത്തും. പക്ഷേ എസ്.എൻ.ഡി.പിക്കാർ എത്ര പേരുണ്ടാകുമെന്നുള്ള ചോദ്യം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പി.ഡി. സതീശൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് എസ്.എൻ.ഡി.പിയെ ദ്രോഹിച്ചിട്ടുണ്ട്. ലീഗിനെ താങ്ങി നടക്കുന്ന ഒരാളാണ് പി.ഡി. സതീശൻ. സതീശന് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പിന്തുണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഗിനെ താങ്ങിക്കൊണ്ട് എസ്.എൻ.ഡി.പിയെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവണതയും നിലപാടും പി.ഡി. സതീശൻ എടുക്കുന്നത്. സതീശന്റെ ഭൂരിപക്ഷം ഇത്തവണ പറവൂരിൽ കുറയും. മാത്രവുമല്ല, സതീശൻ ലീഗിന് വേണ്ടിയിട്ട് എസ്.എൻ.ഡി.പിയെ ദ്രോഹിച്ച സാഹചര്യവും തനിക്കറിയാം. ലീഗിന്റെ നാവാകുന്ന രീതിയിലാണ് സതീശന്റെ പ്രവർത്തനങ്ങളെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും സതീശൻ ജയിച്ചേക്കാം, പക്ഷേ ഭൂരിപക്ഷം കുറയുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ കണക്കുകൂട്ടൽ. അത് കൂടാതെ തന്നെ മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹള അത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തു. അതിന് ചില പ്രചാരണങ്ങൾ പലരും നൽകി എന്നുള്ള നിശ്ചിത ഭാഷയിലുള്ള വിമർശനവും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ നോർത്ത് പറവൂരിലെ എസ്.എൻ.ഡി.പി യൂണിയൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു വെള്ളാപ്പള്ളി ലീഗിന് നേരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് നേരെയും കടന്നാക്രമണം നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് UDF യാതൊരു കാരണവശാലും ഇവിടെ അധികാരത്തിൽ വരില്ല. ഇനി അഥവാ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ഭരണമായിരിക്കും. അതായത് പാണക്കാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണമായിരിക്കും ഉണ്ടായിരിക്കുക. പാണക്കാടാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനവും വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട്. എന്തായാലും BJP അക്കൗണ്ട് തുറക്കും, BJP ഒരു തിരുത്തൽ ശക്തിയാകുമെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. BJPയെ ചെറുതായി കാണേണ്ട ഒന്നല്ല, ഭാരതം ഭരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ BJP അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യവും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വോട്ടെണ്ണലിന് ഒരു ദിവസം കൂടി ശേഷിക്കുന്ന സമയത്താണ് ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടും പി.ഡി. സതീശനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടും ഉള്ള പി.ഡി. സതീശന്റെ തട്ടകത്തിൽ ചെന്നുകൊണ്ടാണ് പി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത്.